ഒടുവിൽ ധർമ്മസ്ഥലയിൽ നിന്ന് ആശങ്കപ്പെട്ട വാർത്ത വന്നിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവിടെ നടക്കുന്ന കുഴിച്ചെടുക്കൽ പ്രക്രിയ ഷൂട്ട് ചെയ്ത, റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഡി ഗാങ് എന്ന് പറയുന്ന ധർമ്മസ്ഥലയിലെ കുപ്രസിദ്ധമായ അധോലോക സംഘം സംഘടിതമായി വന്ന് ഇരുമ്പ് പൈപ്പുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുകയും അവരുടെ ക്യാമറ ഉൾപ്പെടെ മൈക്ക് ഉൾപ്പെടെ തല്ലി തകർക്കുകയും അവരവിടേക്ക് വന്ന വാഹനങ്ങളുടെ ചില്ലുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ തകർക്കുന്ന രീതിയിലേക്കൊക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ധർമ്മസ്ഥലയിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി അഴിച്ചിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാധ്യമപ്രവർത്തകർ ഗുരുതരമായ പരിക്കുകളോടെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങളും നമുക്ക് പുറത്തു വരികയാണ്. ജൂലൈ മാസം 19-ാം തീയതിയോടുകൂടി രൂപീകരിക്കപ്പെട്ട SIT 24 അംഗങ്ങളായി 22-ാം തീയതിയോടുകൂടി അതിന്റെ പ്രവർത്തനം വിപുലീകരിക്കുകയും കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി 8 ദിവസത്തോളമായി വ്യത്യസ്ത പോയിന്റുകൾ, സാക്ഷി വെളിപ്പെടുത്തിയ 13ഓളം പോയിന്റുകൾ കണക്കാക്കിക്കൊണ്ട് വലിയ സന്നാഹത്തോടുകൂടി വന്ന് അവിടെ കുഴിച്ചെടുക്കുകയും ആ കുഴിച്ചെടുത്ത ഭാഗങ്ങളിൽ നിന്ന് പലതിൽ നിന്നും, ആ നോട്ട് ചെയ്ത പോയിന്റുകളിൽ നിന്ന് പലതിൽ നിന്നും മനുഷ്യ അസ്ഥികൂടങ്ങൾ, തലയോട്ടികൾ ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള ശേഖരം തന്നെ കണ്ടെടുക്കുകയും ചെയ്തതിന്റെ വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇന്ന് അവരുടെ ആദ്യഘട്ട 13-ാം പോയിന്റ് ഉൾപ്പെടെയുള്ള കുഴിച്ചെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കി ഇന്ന് DGPയുടെ നേതൃത്വത്തിൽ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നതിന് വേണ്ടിയുള്ള വാർത്താ സമ്മേളനം വരെ പ്ലാൻ ചെയ്ത ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം സംഘടിതമായ തരത്തിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വാർത്തകൾ പുറത്തേക്ക് കൊടുത്ത മാധ്യമങ്ങളെ, യൂട്യൂബേഴ്സിനെ ഉൾപ്പെടെ ആക്രമിക്കുന്ന നിലയിലേക്ക് ധർമ്മസ്ഥലയിൽ കാര്യങ്ങൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയത്. അതിശക്തമായിട്ടുള്ള ഒരു സംഘം അവിടേക്ക് കടന്നു വരികയും ഏതാണ്ട് 100-ലധികം ആളുകൾ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആ സംഘം അവിടേക്ക് കടന്നു വരികയും വിഷ്വൽസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകരെയൊക്കെ ആക്രമിക്കുകയും അവർ വന്ന വാഹനങ്ങളും ക്യാമറയും ഒക്കെ തല്ലി തകർക്കുകയും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഇതിന്റെ സൂചന? നമ്മൾ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയേണ്ടത്, ധർമ്മസ്ഥലയെ ആകെ ആവേശിച്ചിരുന്ന, വിഴുങ്ങിയിരുന്ന ഭയം എന്ന് പറയുന്ന ഘടകം കഴിഞ്ഞ ഏതാണ്ട് 10 ദിവസത്തോളമായി നടത്തുന്ന SITയുടെ അന്വേഷണത്തിലൂടെ പതുക്കെ ഇല്ലാതാകുന്നതിന്റെ സൂചനകൾ പുറത്തു വന്നു തുടങ്ങിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആ ഭയം എന്ന് പറയുന്ന ഘടകത്തെ വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി, ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിനു വേണ്ടി, അന്വേഷണത്തിൽ നിന്ന് സർക്കാർ പുറകോട്ട് പോകുന്നതിനാവശ്യമായ തരത്തിലുള്ള സംഘർഷവും സമ്മർദ്ദവും ചെലുത്തുന്നതിനു വേണ്ടിയാണ് ഡി ഗാങ്ങിന്റെ നേതൃത്വത്തിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് നേരെ അതിശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. നമുക്കറിയാം, മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. കാരണം കർണാടകയിലെ ഒരു സിവിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് ഹർഷേന്ദ്രകുമാർ എന്ന് പറയുന്ന ഡി ഗാങ്ങിന്റെ തലവൻ കൂടിയായിട്ടുള്ള, അവിടുത്തെ ധർമാധികാരിയുടെ അനുജൻ കൂടിയായിട്ടുള്ള ഹർഷേന്ദ്രകുമാർ സമർപ്പിച്ച ഒരു പെറ്റീഷനിൽ സിവിൽ കോടതി എക്സ് പാർട്ടി വിധി നൽകിയിരിക്കുകയാണ്. നേരത്തെ അങ്ങനെ ഒരു വിധി ആ കോടതി പ്രഖ്യാപിച്ചിരുന്നു. കാരണം ധർമ്മസ്ഥല എന്ന് പേര് വരുന്ന, വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പേര് വരുന്ന, ഹർഷേന്ദ്രകുമാർ എന്ന് പേര് വരുന്ന ഒരു വീഡിയോയും ഒരു ആർട്ടിക്കിളും ഒന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലൊരു ഉത്തരവ് സമ്പാദിച്ച ഒരു സാഹചര്യം കർണാടകയിൽ ഉണ്ടായിരുന്നു, ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് സംസ്ഥാനത്തെ ഹൈക്കോടതിയെ സമീപിച്ച ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ആ ഉത്തരവ് പിൻവലിക്കണം, ക്വാഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഏകപക്ഷീയമായി ഇതിൽ ബന്ധപ്പെട്ട കക്ഷികളെ കേൾക്കുക പോലും ചെയ്യാതെ ഇത്തരത്തിൽ യൂട്യൂബേഴ്സിനെയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെയോ കേൾക്കുക പോലും ചെയ്യാതെ അവർ പുറത്തുവിട്ട വാർത്തകളൊക്കെ എടുത്തു മാറ്റണം, ഇറേസ് ചെയ്യണം എന്ന തരത്തിൽ വന്ന ഉത്തരവിനെ അതിശക്തമായി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് ക്വാഷ് ചെയ്യുന്ന രീതിയിലേക്ക് പോയി. സ്വാഭാവികമായും പതുക്കെ മാധ്യമങ്ങൾ ഈ വിഷയത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യവും കർണാടകയിൽ ഉണ്ടായി. അതോടൊപ്പം തന്നെ 6ഓളം ആളുകൾ ഇന്നലെ SITയെ സമീപിക്കുകയും ഞങ്ങളുടെ പേര് വെളിപ്പെടുത്തുന്നതിൽ പോലും ബുദ്ധിമുട്ടില്ല എന്ന് പറയുകയും ഞങ്ങൾ ഈ അന്വേഷണത്തെ സഹായിക്കാൻ തയ്യാറാണ്. കാരണം ഈ പറയുന്ന സാക്ഷി ഭീമ് പറയുന്ന കാലയളവിന് ശേഷവും അവിടെ ഇത്തരത്തിലുള്ള കുഴിച്ചിടലുകൾ ഉണ്ടായിട്ടുണ്ട്, മറവ് ചെയ്യലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾക്കറിയാം, അവിടെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം.
ഞങ്ങളുടെ പേര് വെളിപ്പെടുത്തുന്നതിന് പോലും പേടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 6 പേർ രംഗത്ത് വന്ന ദിവസം കൂടിയാണ് കടന്നുപോയത്. അപ്പൊ അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഭയം എന്ന് പറയുന്ന ഫാക്ടർ, ഫിയർ ഫാക്ടർ ഇല്ലാതാകുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് എല്ലാ അർത്ഥത്തിലും അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നു എന്ന് തോന്നിയിടത്താണ്. നമ്മൾ കണ്ടതാണ് ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ബെൽത്തങ്ങടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ കാലയളവിൽ നടന്ന അസ്വാഭാവിക മരണങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനാഥ ശവങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള കണക്കുകൾ പരിശോധിച്ച സമയത്ത്, വിവരാവകാശ രേഖ ആവശ്യപ്പെട്ട സമയത്ത് അങ്ങനെയുള്ള രേഖകളെല്ലാം അതൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന മറുപടിയാണ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്. ഭാഗ്യവശാൽ SIT രൂപീകരിച്ച അപ്പോൾ തന്നെ SITയുടെ തലവനായിട്ടുള്ള പ്രണബ് മൊഹന്തി എന്ന് പറയുന്നത്, അദ്ദേഹം ബെൽത്തങ്ങടി സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ആദ്യമെടുത്ത രേഖ എന്ന് പറയുന്നത് അസ്വാഭാവിക മരണങ്ങൾ സംബന്ധിച്ച പോലീസ് സ്റ്റേഷനിലെ രേഖയായിരുന്നു. അതുകൊണ്ട് ആ രേഖ ഇപ്പോൾ കയ്യിലുണ്ട്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ ആ രേഖ പുറത്തു കൊടുക്കുന്നില്ല, അതെല്ലാം നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. പക്ഷെ ആ രേഖ കയ്യിലുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇവർ നടത്തിയ പ്രതിരോധങ്ങളൊക്കെ പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്തതാണ്. വരട്ടെ, അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ എല്ലാ രീതിയിലും ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വന്നിട്ട് പറഞ്ഞു, അതൊക്കെ പഞ്ചായത്തിന്റെ ശ്മശാനമാണ്, അവിടെ ശ്മശാനം കുഴിച്ചാൽ അസ്ഥികൂടങ്ങൾ കിട്ടുന്നതിൽ എന്താണ് അസ്വാഭാവികതയുള്ളത് എന്ന തരത്തിൽ ഇതിനെ ജനറലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്നതാണ് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഒരു ഡോക്ടർ വന്ന്, ഗവൺമെന്റ് ഡോക്ടർ വന്ന്, ഞാൻ കാട്ടിൽ പോയി പോലും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന നിലയ്ക്ക് വിചിത്രമായ വാദങ്ങളുമായി ആളുകൾ രംഗത്ത് വന്നിരുന്നു. ഇത് ആ ക്ഷേത്രത്തെ ആക്ഷേപിക്കുന്നതിന്, ഒരു ഹിന്ദു മത അനുയായികളെ അല്ലെങ്കിൽ വിശ്വാസികളെ ആകെ ടാർണിഷ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അവരെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്നതിന്, ഒരു ആരാധനാലയത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് എന്ന തരത്തിലുള്ള നറേറ്റീവ്സ് വന്നിരുന്നു. പക്ഷെ അതെല്ലാം ജനങ്ങൾ ഏറ്റെടുക്കാതെ ഇത്തരത്തിൽ കുഴിച്ചു മൂടപ്പെട്ട മൃതദേഹങ്ങൾ, കാരണം ഒരു ഭാഗത്ത് SIT ടീം കുഴിച്ചെടുക്കുമ്പോൾ മൃതദേഹങ്ങൾ കിട്ടുന്നു, അസ്ഥികൂടങ്ങൾ കിട്ടുന്നു, തലയോട്ടികൾ കിട്ടുന്നു, ഈ പറയുന്ന അസ്ഥി കഷ്ണങ്ങൾ കിട്ടുന്നു, വാനിറ്റി ബാഗ് കിട്ടുന്നു, ATM കാർഡ് കിട്ടുന്നു, പാൻ കാർഡ് കിട്ടുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ കിട്ടുന്നു, സാരി കിട്ടുന്നു, ബ്ലൗസ് കിട്ടുന്നു. ഇതെല്ലാം ഒരു ഭാഗത്ത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ഇതിനെ പ്രതിരോധിക്കാൻ ഈ ടീം ഇറക്കിയ, D ഗ്യാങ് എന്ന് പറയുന്ന സംഘം ഇറക്കിയ ആ തരത്തിലുള്ള പ്രതിരോധമൊക്കെ പാടുന്ന ഘട്ടമെത്തിയപ്പോഴാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഇത് പുറം ലോകത്തേക്ക് അറിയിക്കുന്ന കർണാടകയിലെ മാധ്യമങ്ങൾ ഗാഗ് ഉത്തരവ് ക്രാഷ് ചെയ്തതിന് ശേഷവും സമൂലമായി സമഗ്രമായി രംഗത്തിറങ്ങിയിട്ടില്ല. അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ ഫിയർ ഫാക്ടർ നിലനിൽക്കുകയാണ്. ആ ഫിയർ ഫാക്ടറിനെ അവഗണിച്ചു പോയ യുണൈറ്റഡ് മീഡിയ, കുഡ്ല റാംപേജ്, അതുപോലെ തന്നെ സഞ്ചാരി മീഡിയ തുടങ്ങിയ യൂട്യൂബ് ചാനലുകൾ വളരെ ശ്രദ്ധേയമായ നിലയിൽ ധർമ്മസ്ഥല വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും വൻതോതിൽ പ്രേക്ഷക ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്ത ആ യൂട്യൂബ് ചാനലിന്റെ ഒക്കെ പ്രവർത്തകർക്ക് എതിരെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഗുരുതരമായ ആക്രമണത്തിന് നേരിട്ട് ഇരുമ്പുപൊടി കൊണ്ടും മറ്റുമൊക്കെ അടിച്ച് അവരെ വലിയ തോതിൽ ആക്രമിച്ചതിന്റെ ഭാഗമായി അവരിന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. ഞാൻ പറയുന്നത്, ഇത്തരം കേസുകൾ പുറത്തു വരുന്നതിനെതിരായിട്ട് നടത്തുന്ന ഏത് ശ്രമവും അപലപനീയമാണ്. അവിടെ ക്രമസമാധാന പാലനത്തിന് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണ്. ഇത്തരത്തിൽ നടന്നിട്ടുള്ള കൂട്ട കൊലപാതകങ്ങൾ, കൂട്ട ബലാത്സംഗങ്ങൾ, പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന മണ്ണിനും പെണ്ണിനും വേണ്ടി നടത്തിയിട്ടുള്ള ഈ മൃഗീയമായ നടപടികൾ, നരാധമന്മാരുടെ മാത്രം നടപടികൾ, ആ നടപടികളെ സംബന്ധിച്ച് അതിന് ഉത്തരവാദപ്പെട്ട ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ജനാധിപത്യ സമൂഹം നിലനിൽക്കുമ്പോൾ, നിയമവാഴ്ച സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ, ക്രമസമാധാന രംഗത്ത് മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പോലീസിംഗ് നടക്കണമെങ്കിൽ, നിയമവാഴ്ച രാജ്യത്ത് ഉറപ്പുവരുത്തണമെങ്കിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങൾ ബോധവാന്മാരാവുകയും വേണം. ആ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടാണ്, ജീവൻ പണയം വെച്ചുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കറിയാം, ധർമ്മസ്ഥലയിൽ പോയപ്പോൾ തന്നെ ഞങ്ങൾ ധർമ്മസ്ഥലയിൽ എത്തി എന്ന തരത്തിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വാഹനം നിർത്തിയപ്പോൾ ഈ D ബാർ നമ്പർ ഇട്ടിട്ടുള്ള D ഗ്യാങ് ഓട്ടോറിക്ഷയിൽപ്പെട്ടവർ ഞങ്ങളുടെ വാഹനത്തെ, അതിൽ സഞ്ചരിക്കുന്നവരെ ഫോട്ടോ എടുത്ത അനുഭവം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പം അത്തരത്തിൽ മാധ്യമ പ്രവർത്തനം പോലും അസാധ്യമായ നിലയിലേക്കാണ് ധർമ്മസ്ഥലയിലെ ഭീകരാവസ്ഥ നിലനിന്നത്. പക്ഷേ ഏതാണ്ട് ഒരു 8 ദിവസത്തെ പ്രവർത്തനങ്ങളിലൂടെ, SIT നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ആ ഭീതിയുടെ അംശം ജനങ്ങളിൽ നിന്ന് പതുക്കെ കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കിയ D ഗ്യാങ് ഇന്ന് വൈകിട്ടോടുകൂടി അതിശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ശക്തമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് പറയുന്ന ആക്ഷൻ കമ്മിറ്റിയിലെ ആളുകൾ സംഘടിതമായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അതിനെ സംബന്ധിച്ച് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള
ഇടപെടൽ ഈ പറയുന്ന ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി വന്നിട്ടുണ്ട്. തീർച്ചയായും സംഘർഷഭരിതമായ നാളുകളാണ് ധർമ്മസ്ഥലയെ, പ്രത്യേകിച്ച് കർണാടകയെ കാത്തിരിക്കുന്നത്. അവിടെ നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ ഭരണകൂടം കൃത്യമായി നിറവേറ്റും എന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.